ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചല്ലോ അല്ലേ? ഈ കാണുന്നത് നമ്മുടെ ചെറിയൊരു ഓണം വ്ലോഗാട്ടോ വീട്ടിലെ. രാവിലെ അടുക്കളയിൽ ചെന്നപ്പോൾ സുബു ഇന്നലെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ച എല്ലാ കറികളും എടുത്ത് തന്നെ കാണിച്ചു. അത് കുറേ പാത്രങ്ങൾ എന്നെ പറ്റിച്ചു കേട്ടോ, അതിനകത്ത് കറിയൊന്നുമില്ലായിരുന്നു. എല്ലാവർക്കും ഓണാശംസം. പിന്നെ സദ്യക്ക് വേണ്ട ബാക്കി കറികളായിട്ടുള്ള അവിയൽ, പരിപ്പ് കറി, പിന്നെ നമ്മുടെ മീൻ പായസം, ഇതൊക്കെയായിരുന്നു തിരുവോണത്തിൻ്റെ പരിപാടികൾ. അങ്ങനെ ചെറിയ ചെറിയ അരിയൽ പിടിക്കൽ പരിപാടികളൊക്കെ ഞാനും ചെയ്തു കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാനും അച്ചാച്ചയും അമ്മയും കൂടെ ആയിട്ട് അമ്മച്ചിയുടെ അടുത്തൊക്കെ പോയിട്ട് ഓണമൊക്കെ വിഷ് ചെയ്യാൻ പോയി. അമ്മച്ചി രാവിലെ നല്ല കുളിച്ച് സുന്ദരിയായിട്ടിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഓണത്തിൻ്റെ സദ്യക്കുള്ള കറികളെല്ലാം റെഡിയായി. പിന്നെ നമ്മൾ പായസത്തിൻ്റെ പ്രിപ്പറേഷനിലേക്കൊക്കെ കടന്നു. പരിപ്പ് പായസമാണ് കേട്ടോ നമ്മുടെ മെയിൻ. പായസം വെക്കുന്നതിൽ ഒരു എക്സ്പേർട്ടാണെന്ന് അച്ചാച്ചെ പറയുന്നതുകൊണ്ട് സുബു ആണെങ്കിൽ അച്ചാച്ചയുടെ അടുത്ത് പോയി കുറേ വാല്യുബിൾ സജഷനായിട്ട് പോയി നിൽപ്പുണ്ട്. അങ്ങനെ പായസം പ്രിപ്പറേഷൻ്റെ ഒക്കെ ഇടയ്ക്ക് അച്ചാച്ചയുടെ അവസാനത്തെ പൊടി കൈകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് പതിവ് പോലെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ പരിപാടികളുടെയൊക്കെ ഇടയ്ക്കാണ് നമ്മൾ ഓർത്തത് നമുക്ക് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഇലയില്ലെന്ന്. എന്നാൽ കുറച്ച് ഇലയൊന്നും വെട്ടിക്കൊണ്ട് വരുമെന്ന് അച്ചാച്ചോട് ചോദിച്ചപ്പോൾ അച്ചാച്ച ഞങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞ് ഇതാണ്. അങ്ങനെ അച്ചാച്ച വരില്ലെന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ ലക്ഷ്മിക്കുട്ടിയമ്മയും ഭാനുക്കുട്ടിയമ്മയൊക്കെ ആയിട്ട് ഞാനും സുബു കൂടെ ഇറങ്ങി ഇലയൊക്കെ വെട്ടാൻ പോയി. അങ്ങനെ ഫൈനലി നമുക്ക് ഇലയും കൂടെ കിട്ടിയപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ നമുക്ക് സദ്യയൊക്കെ വിളമ്പുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന്. അപ്പോൾ അതിനുള്ള പരിപാടികളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഇല വെച്ച പാത്രം അതിൻ്റെ തടയെടുത്ത് മാറ്റുക, ക്യാമറയുടെ ഫ്രണ്ടിൽ കൊണ്ട് വേറൊരു പാത്രം വെക്കുക, ഇങ്ങനത്തെ വിനോദമൊക്കെയായിരുന്നു സുബു അതിൻ്റെ ഇടയ്ക്ക് കാണിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടും എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാനിങ്ങനെ ഒരു തട്ടിക്കൂട്ടി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്തവണ നമുക്കങ്ങനെ കാര്യമായിട്ട് ഓണം സെലിബ്രേഷൻ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ ചെറിയ രീതിയിലുള്ള ഒരു സദ്യയും പായസവും ഒക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ ഫുഡി പേഴ്സൺ ഒന്നും അല്ല കേട്ടോ. പക്ഷേ എനിക്ക് ഓണസദ്യ ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പണ്ടൊക്കെ കുറേ ചോറിട്ട് അത് കറിയും ഇത്രയും കറികളും ഒക്കെ ആയിട്ട് നമുക്ക് മുഴുവൻ കഴിക്കാനും പറ്റത്തില്ല, അവസാനം പായസം കുടിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കത് കറക്റ്റ് വേയിൽ കഴിക്കേണ്ട ഒരു രീതിയൊക്കെ എനിക്ക് മനസ്സിലായി കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പം എപ്പോഴും ഓണസദ്യ കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡാണ് വേറെ ഏത് ഫുഡ് കഴിക്കുന്നതിലും. അങ്ങനെ അവസാനം നമ്മൾ പരിപ്പ് പായസവും കുടിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ പതിവ് പോലെ നേരത്തെ വരുമെന്ന് പറഞ്ഞ് എന്നും വൈകി വരുന്ന അപ്പുക്കുട്ടനും ചാലിക്കുട്ടനും എത്തിയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഓണം കംപ്ലീറ്റ് ആയി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.